Hello all. ഇന്നത്തെ ഈ വീഡിയോ NCLEX-RN ടെസ്റ്റ് പ്രിപ്പറേഷൻ അതിന് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. NCLEX-RN എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ലൈസൻസ്ഡ് എക്സാമിനേഷൻ ഫോർ രജിസ്റ്റേർഡ് നഴ്സസ് ആണ്. ഈ എക്സാം USA-ലേക്കുള്ള ലൈസൻഷ്യർ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എക്സാമാണ്. കനേഡിയൻ പല സ്റ്റേറ്റ്സിലും NCLEX-RN അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സോ NCLEX-RN പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റാണ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്ന ആൻസറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യൻ തരുന്നത്. അതായത് നമ്മുടെ ലെവൽ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻ തന്ന് ഞാനത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ എനിക്ക് തരുന്നത് അടുത്ത ലെവലിലുള്ള ക്വസ്റ്റ്യനാണ്. സോ ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് പോലെയാണ്. ഈ എക്സാം നമുക്ക് ഇന്ത്യയിൽ നിന്നും എഴുതാൻ പറ്റുന്നതാണ്. ഏറ്റവും അടുത്ത് നമുക്കുള്ള സെൻറ്റേഴ്സ് ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്. അല്ലെങ്കിൽ അതർ സെൻറ്റേഴ്സ് വരുന്നത് ബോംബെ അല്ലെങ്കിൽ ഡൽഹിയൊക്കെ അവൈലബിൾ ആണ്. NCLEX-RN എക്സാം ഒരു എൻട്രി ലെവൽ നേഴ്സ്, അതായത് ഒരു US-ൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ അവരുടെ നോളജ് അസസ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എത്രത്തോളം അവർക്കൊരു നഴ്സിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമാണ് NCLEX-RN. NCLEX-RN എക്സാമിന് എന്തൊക്കെ കണ്ടൻ്റാണ് എക്സാമിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒരു പേഷ്യൻറ്റിൻ്റെ കെയറിന് ആവശ്യമായിട്ടുള്ള നോളജ് ആ നഴ്സിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ നീഡ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന് ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റ് എപ്പോഴും സേഫ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതാണ് ഫസ്റ്റ് കാറ്റഗറി വരുന്നത്, സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയൺമെൻറ്റ്. അതിൻ്റെ കീഴിൽ ഒരു സബ് കാറ്റഗറീസ് ഉണ്ട്. ആ സബ് കാറ്റഗറീസിലാണ് അവർ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. സബ് കാറ്റഗറിയിൽ ഒന്നാമത്തത് മാനേജ്മെൻറ്റ് ഓഫ് കെയർ ആണ്. അത് നിയർലി വരുന്ന പെർസെൻറ്റേജ് 17 to 23% ആണ്. അതിനകത്ത് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്രാക്ടിക്കൽ നേഴ്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ നേഴ്സിന് ഏതൊക്കെ തരം പേഷ്യൻസിനെ നമുക്ക് അസൈൻ ചെയ്യാം, ആ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പ്രൈവസി വലിയൊരു കൺസേൺ ആണ്, ഏത് കെയറിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയും. അതായത് ലിവിങ് വെൽ, പേഷ്യൻറ്റ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ എനിക്ക് കെയർ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽസ്. ഇതൊക്കെയും തന്നെ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് വൺ കാറ്റഗറി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് വരുന്നത് സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. നിയർലി 9 to 15% ഈ ഒരു സേഫ്റ്റിയും ഇൻഫെക്ഷൻ കൺട്രോളും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിസ്ട്രെയിൻസ് ബേസ് ചെയ്തിട്ടുള്ളത്, ലാറ്റക്സ് അലർജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. സോ നമ്മളിപ്പോൾ സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ ഒരു പേഷ്യൻറ്റിനെ ആംബുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏത് പേഷ്യൻറ്റിനാണ് നമ്മൾ കൂടുതൽ കൺസേൺ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് കൂട്ടുന്നത് ഏത് പേഷ്യൻറ്റിനാണ്. So option 1 is a patient with Meniere's disease. Option 2 is a patient with cataract. അല്ലെങ്കിൽ ഓപ്ഷൻ 3 വരുന്നത് സൈനസൈറ്റിസ് ആണ്. ഓപ്ഷൻ 4 presbycusis ആണ്. ഇതിൽ നമുക്ക് ഒരു തിയറി നോളജ് ഇല്ലാതെ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു അപ്ലൈ ദ തിയറി നോളജ് ഹിയർ. ഇതിനകത്ത് പ്രത്യേകിച്ച് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ പേഷ്യൻറ്റിന് ഡിസിനസ് ഉണ്ടാവാം. സോ പേഷ്യൻറ്റ് പെട്ടെന്ന് വീഴാനുള്ള സാധ്യത കൂടുതൽ മെനിയേഴ്സ് ഡിസീസിനാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ആ പ്രൈമറി കൺസേൺ. സോ ദിസ് ഗോസ് അലോങ് വിത്ത് ദ തിയറി. ദ സെക്കൻഡ് കാറ്റഗറി വരുന്നത് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. അത് നിയർലി 6 to 12% ആണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഏജ് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ ഈ ആൻസേഴ്സ് എഴുതാനായിട്ട്. നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിലും വരുന്ന മാറ്റങ്ങളും അല്ല ഫിസിയോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദി ഏജ് ഗ്രൂപ്പ്, അതാണ് ഇമ്പോർട്ടൻറ്റ്.
ഒരു ആൻറ്റിനേറ്റൽ മദറും പോസ്റ്റ്നേറ്റൽ മദറും രണ്ടുപേർക്കും വ്യത്യാസമായിട്ടുള്ള നീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നിയോനേറ്റിന് സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചൈൽഡിന് സെപ്പറേറ്റ് ആണ്, അഡോളസെൻറ്റ് സെപ്പറേറ്റ്, ഏജ്ഡ് പ്രോസസ്സ്, അവർക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു ആൻസർ എഴുതാനായിട്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് അവർ ഏജ് വളരെയധികം കൺസേൺഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ദ തേർഡ് കാറ്റഗറി വരുന്നത് സൈക്കോ സോഷ്യൽ ഇൻറ്റിഗ്രിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 6 to 12% ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് പെർട്ടിക്കുലർലി അവർ ചോദിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ കോപ്പിംഗ് മെക്കാനിക്സംസ് ഒക്കെ റിലേറ്റഡ് ആണ്. ആ പേഷ്യൻ്റ് ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ചൈൽഡ് അബ്യൂസ് ആവാം, ഫിസിക്കൽ അബ്യൂസ് ആവാം, ക്രൈസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഗ്രീഫ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, സ്ട്രെസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, റിലീജിയസ് ബിലീഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് യഹോവ വിറ്റ്നസ്, അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എടുക്കാത്തവരാണ്. സോ അങ്ങനെയുള്ള ബിലീഫ് വെച്ചിട്ട് അവിടെ പെർട്ടിക്കുലർ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആർ US-ൽ. അപ്പോൾ ലൈക്ക് എക്സാമ്പിൾ എമിഷ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെയും പെർട്ടിക്കുലർ ബിലീഫൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് തെറപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. Now next category is physiological integrity. So basic care and comfort base ചെയ്തിട്ട് nearly 6 to 12% of questions ഉണ്ടാവാം. ഇതിനകത്ത് ബേസിക് കെയറിന് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ഫിസിയോളജിക്കൽ ഇൻറ്റിഗ്രിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിനകത്ത് ആദ്യത്തെ സബ് കാറ്റഗറിയാണ് ബേസിക് കെയർ ആൻഡ് കംഫർട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നിയർലി 6 to 12% ആണ്. സോ ഇതിനകത്ത് നമുക്ക് പെർട്ടിക്കുലർലി നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂസിങ് ആൻ അസിസ്റ്റീവ് ഡിവൈസ് ആയിരിക്കാം, ബ്ലാഡർ ഇറിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിസ്ട്രെയിൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ന്യൂട്രീഷൻ നീഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം, റെസ്റ്റും സ്ലീപ്പും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതിൽ ഒരു എക്സാമ്പിളാണ് ഡംപിങ് സിൻഡ്രോമുള്ള പേഷ്യൻറ്റിന് നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് 4 കാറ്റഗറി ഫുഡ് തരുന്നു, അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. സോ ഡംപിങ് സിൻഡ്രോം ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡംപിങ് സിൻഡ്രോമിനകത്ത് നമ്മൾ അധികം ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡ് കൊടുക്കത്തില്ല. അത് ആ തിയറി ബേസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസർ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 ഓപ്ഷനകത്ത് 1 ചീസാണ്, 2 റെഡ് മീറ്റാണ്, 3 വെജിറ്റബിളാണ്, യെല്ലോ വെജിറ്റബിൾസ്, 4ാമത് ഐസ്ക്രീമാണ്. സോ ഐസ്ക്രീം ഇസ് മോസ്റ്റ് സ്വീറ്റർ. അപ്പോൾ അത് നമുക്ക് അവിടെ ഡംപിങ് സിൻഡ്രോമിൽ കൊടുക്കാൻ പറ്റുകയില്ല. സോ ഇതിനകത്താണ്. സോ ദിസ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ദ തിയറി നോളേജ്. അപ്പോഴങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിങ് വരുന്നത്. നെക്സ്റ്റ് ഇസ് ഫാർമക്കോളജിക്കൽ ആൻഡ് പെരൻറ്റൽ തെറപ്പീസ്. അത് റിലേറ്റ് ചെയ്തിട്ട് നിയർലി 12 to 18% ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഡ്രഗിൻ്റെ സൈഡ് ഇഫക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് കാൽക്കുലേഷൻസ് വരെ ഉണ്ടാകാം. സോ NCLEX-RN എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇതിനകത്ത് നമുക്ക് വരാവുന്ന ഒന്നാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓപ്ഷൻ ഉണ്ടാവാം. സോ അതിനകത്ത് നമുക്ക് കാൽക്കുലേഷൻസ് ഉറപ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ മോസ്റ്റ്ലി കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഡിവൈസസ് ദാറ്റ് ഈസ് യൂസ്ഡ്. സോ ഇതിൽ വരാവുന്നത് സെൻട്രൽ വീനസ് ഡിവൈസസ്, അതിൻ്റെ യൂസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. Now the next category is reducing risk potential. So അത് വരുന്നത് around 9 to 15% ആണ്. സോ റെഡ്യൂസിങ് റിസ്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് ചില പ്രൊസീജിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് തന്നിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്രൈറ്റീരിയാസ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് ദ റിപ്പോർട്ട്. ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴേക്കും ഒരു നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ലൈക്ക് തൊറാസെൻറ്റസിസ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ലംബാർ പങ്ക്ചർ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ലംബാർ പങ്ക്ചർ എടുക്കുവാണെങ്കിൽ തന്നെ ലംബാർ പങ്ക്ചർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് നേഴ്സ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആവാം. അതിൽ വന്നിരിക്കുന്നത് 4 ഓപ്ഷൻസ് ആണ്. 1 ബവൽ ആൻഡ് ബ്ലാഡർ ഫങ്ഷനാണ്, 2 ട്രൗസിയസ് സൈനാണ്, 3 നമുക്ക് ഇൻക്രീസ്ഡ് ICP ആണ്, 4 വന്നിരിക്കുന്നത് സർക്കുലേഷൻ ടു ദ ലെഗ്സ് ആണ്. സോ ലംബാർ പങ്ക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് അസസ്മെൻറ്റ് പോവേണ്ടത് ഇൻക്രീസ്ഡ് ICP സൈൻസിലേക്കാണ്. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു റിലേറ്റ് ആൻഡ് ദെൻ get the answer. So this is how you relate and come to the answer. Now നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി
വരുന്നത് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ അത് വരുന്നത് അറൗണ്ട് 11 to 17% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനകത്ത് വരുന്നത് ഏകദേശം ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു പാത്തോഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്കിതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമുക്ക് മിനിമം കിട്ടുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 75 ആണ്, മാക്സിമം 265 ക്വസ്റ്റ്യൻസ് ആണ്. 6 hours ആണ് നമുക്കിത് ആൻസർ ചെയ്യാൻ കിട്ടുന്നത്. നമ്മുടെ ലെവൽ ഓഫ് ആൻസറിങ് ക്വസ്റ്റ്യൻ ഒരു പാസിംഗ് പെർസെൻറ്റേജ് അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ്, ഒരു ലൈനുണ്ട്, ആ ലൈനിന് മുകളിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പാസ്സാണ്. അഥവാ എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടും ഞാൻ ആ ഗ്രാഫ് ബേസ് ലൈനിന് മുകളിലേക്ക് കടന്നില്ല എങ്കിൽ ഞാൻ ഫെയിലാവും. സോ ഈ എക്സാം ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് 6 hours ഉണ്ട്, അല്ലെങ്കിൽ വിച്ച് എവർ ഇസ് ഏർലിയർ. 265 ക്വസ്റ്റ്യൻസ് തന്നിട്ടും നമുക്ക് ആ ബേസ് ലൈനിന് മുകളിലേക്ക് എത്തിയില്ല എങ്കിലും നമ്മൾ ഫെയിലാകും. അല്ലെങ്കിൽ 6 hours തന്നിട്ടും നമുക്ക് ആ ഗ്രാഫ് ബേസ് ലൈനിന് മുകളിലേക്ക് എത്തിയില്ല എങ്കിലും നമ്മൾ ഫെയിലാവും. സോ യു ഹാവ് ടു റിമെമ്പർ നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കണം, എന്നിട്ട് നമ്മുടെ ആ ബേസ് ലൈനിന് മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ NCLEX-RN നഴ്സിംഗ് പ്രോസസ് കോൺസെപ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പല ക്വസ്റ്റ്യൻസും. ത്രൂ ഔട്ട് ദ ക്വസ്റ്റ്യൻ ആൻസറിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ രീതി, അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു NCLEX-RN എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.